സെറ്റ് ഭയങ്കര ഇൻ്റഗ്രൽ പാർട്ടാണ് ദത്താനിയുടെ പ്ലേയിൽ. ഒരു സെഗ്മെൻറ്റഡ് സ്റ്റേജാണ് താരയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. 3 ലെവൽസിലാണ്. ഒന്ന് റിയലിസ്റ്റിക് ലെവൽ, ഒന്ന് ഹയർ ലെവൽ, ഒന്ന് ലോവസ്റ്റ് ലെവൽ. റിയലിസ്റ്റിക് ലെവലിൽ വി ക്യാൻ സീ ഡാൻ ഇൻ ലണ്ടൻ. അതുപോലെ ഡോക്ടർ തക്കർ ഹയർ ലെവലിലാണ്. വി ക്യാൻ സീ ഹിം ത്രൂ ഔട്ട് ദ പ്ലേ. ഒരു ഇൻ്റർവ്യൂ ഒക്കെ പോലെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കോംപ്ലിക്കേഷൻസ് ദാറ്റ് ഹി ഫേസ് ഡ്യൂറിങ് ദ സർജറി. അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്വിൻസിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ പറയും. അതായത് ത്രൂ ഔട്ട് ദ പ്ലേ ആളുണ്ട്. ഷിയർ ഗോഡ് ലൈക്ക് പ്രസൻസ് എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. പിന്നെ ലോവസ്റ്റ് ലെവലിലാണ് പട്ടേലിൻ്റെ റെസിഡൻസ്. അത് ഇസ് സീൻ ഓൺലി ഇൻ മെമ്മറി. അവിടെ ലൈറ്റിംഗ് വരുമ്പോൾ, അതായത് പാസ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്താണ് അതിനെ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. 2 ആക്ടിലാണ് ഈ പ്ലേ ചെയ്തിരിക്കുന്നത്, ആക്ട് 1, ആക്ട് 2. ആക്ട് 1 ഫസ്റ്റ് തന്നെ ഡാൻ സ്പീക്സ് ഡയറക്ട്ലി ടു അസ് അറ്റ് ദ ബിഗിനിങ്. എന്തിനാണ് അങ്ങനെ ഒരു പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈ ദത്താനി അലൗസ് ഹിം ടു സ്പീക്ക് ഡയറക്ട്ലി ഇൻ ദ ബിഗിനിങ് പറയുകയാണെങ്കിൽ, ടു എസ്റ്റാബ്ലിഷ് ദ സെൻട്രൽ ട്രോം ഓഫ് ദ പ്ലേ, foreground themes of memory, guilt, body and identity makes the audience emotionally complicit. And what are the things he is telling? First, he is telling that he is trying to write his experience on a paper. He lives in London, that he is distancing himself from his past. The play he is writing is, he named it as Twinkle Tara, and he had a twin sister Tara who was inseparable from him. That is, they were Siamese twins, two lives and one body in a comfortable womb. Also that Dan is a freak. He himself is telling that he is a freak. That is, he doesn't fit to the social norms. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഈ ഇതിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ സീൻസ് ഇങ്ങനെ ആക്ട് 1 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കാണിക്കുന്ന ഒരു ഫാമിലി, ഒരു ചെറിയ കോൺഫ്ലിക്റ്റാണ് പട്ടേലും ഭാരതിയും തമ്മിൽ. പട്ടേൽ ഈസ് വറീഡ് അബൌട്ട് ഭാരതീസ് മെൻ്റൽ ഹെൽത്ത്. ഇവിടെ തന്നെ രൂപനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രൂപ ഈസ് താരാസ് ഫ്രണ്ട് ആൻഡ് നെയ്ബർ. പിന്നെ പട്ടേലിനും ഭാരതിക്കും കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റീരിയോടിപ്പിക്കൽ ജെൻഡർ റോൾസ് തന്നെയാണ്. പട്ടേൽ ഗോയിങ് ടു വർക്ക്, ഭാരതി ഹോം മേക്കർ. അപ്പോൾ അതായത് ഇവിടെ താര ഫ്രണ്ടിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇമേജറി ഉണ്ട്. അതായത് മെൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ്, അതായത് ദേ ആർ ഗോയിങ് ഫോർ ഹണ്ടിങ്. വിമൻ എന്ന് പറഞ്ഞാൽ ലുക്ക് ആഫ്റ്റർ ദ കേവ്. അങ്ങനെ ഒരു ഇമേജറി ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോക്ടറിൻ്റെ തക്കറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അത് കേസ് സ്റ്റഡി ഓഫ് ചന്ദനൻ താരയാണ്. അതിൻ്റെ ടോക്സ് ഓഫ് ഹാവിങ് ഹാഡ് ടു ഓപ്പറേറ്റ് ട്വിൻസ് വെൻ ദേ വർ 3 months ഓൾഡ്. അപ്പോൾ അതങ്ങനെ ഹയർ ലെവലിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രൂപേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭാരതി ബ്രൈബ് ചെയ്യുന്നുണ്ട് ടു ബി ഫ്രണ്ട്ലി വിത്ത് താര, ടെല്ലിങ് ഹർ ഫ്രണ്ട്സ് ദാറ്റ് ഭാരതി ഈസ് ദ ഓഡ് വൺ ഇൻ ദ ഫാമിലി. ഈ രൂപ ഫ്രണ്ട്സിനോട് പോയി പറയുകയാണ് ഭാരതി ആണ് ഏറ്റവും അവിടുത്തെ ഒരു പ്രശ്നമുള്ള ആളെന്ന് പറയുകയാണ്. രൂപ കുറച്ചും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ ഗെയ്സ് ആണ്. അതായത് ക്യൂരിയസ് ആയിട്ടുള്ള, ഡിസബിലിറ്റിയോടൊക്കെ വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി. എന്താണ് രൂപ ഭാരതി ഭയങ്കര ഓടാണെന്ന് പോയി പറയുന്നത്? കാരണം ഭാരതിയുടെ എക്സസീവ് ഫസ്സിങ് ഓവർ താര, ഭയങ്കര പാമ്പറിങ്, അതുപോലെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കെയർ, ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നേച്ചർ, ഇതൊക്കെ രൂപയ്ക്ക് ഭയങ്കര അൺയൂഷ്വലായി ഫീൽ ചെയ്തിട്ടാണ് ഫ്രണ്ട്സിനോട് പോയിട്ട് ഭയങ്കര ഓടാന്ന് പറയുന്നത്. അതായത് രൂപ ഫെൽറ്റ് അൺയൂഷ്വൽ ആൻഡ് അൺനാച്ചുറൽ, ഹെൻസ് കോളിംഗ് ഔട്ട് വൺ. ഭാരതി ഈസ് ട്രൈങ് ടു മാനുഫാക്ചർ എഫെക്ഷൻ അപ്പിയർ സ്ട്രേഞ്ച് ആൻഡ് സസ്പീഷ്യസ്. അതായത് ആൾക്ക് ഓൾറെഡി ഒരു ഗിൽറ്റ് ഡ്രിവൻ മദർഹുഡ് ആൾക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൾ എന്ത് ചെയ്യാണ്, എഫെക്ഷൻ മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് സൊസൈറ്റിക്ക്, അതായത് സൊസൈറ്റിയുടെ ഗേസ് ആയിട്ടുള്ള രൂപയ്ക്ക് അത് ഭയങ്കര അൺയൂഷ്വലായി ഫീൽ ചെയ്യും. ഇത് ഓടാണെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. സോ രൂപ ഇപ്പോൾ അവിടെ രൂപയ്ക്ക് അറിയില്ല, അതായത് ഇങ്ങനൊരു ഗിൽട്ട് അവിടെ ഉണ്ട് അമ്മയ്ക്ക് എന്നുള്ളത്. അതായത് ഈ ഒരു ഭാരതിക്ക് ഇങ്ങനൊരു ഗിൽട്ട് ഉണ്ടോ എന്നുള്ളതോ ഇവരുടെ ട്രാജഡി ഒന്നും സൊസൈറ്റിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇറ്റ് അൺഇൻറ്റൻഷനലി റിവീൽസ് ഭാരതീസ് ഇന്നർ ടേർമോയിൽ. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ വീണ്ടും കോൺഫ്ലിക്റ്റിലേക്ക് തിരിച്ചു വരാണ്. പട്ടേൽ എന്ത് ചെയ്യാണ്, ഭാരതിയെ ഫോഴ്സ് ചെയ്യാണ് ടു സീ എ സൈക്കാട്രിസ്റ്റ്. ബട്ട് ഭാരതി ത്രെറ്റൻസ് ഹിം ദാറ്റ് ഷീ വിൽ ടെൽ ട്രൂത്ത് ടു താര. അങ്ങനെ പട്ടേൽ ഗിവ് അപ്പ് ചെയ്യാണ്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തേർഡിലേക്ക് എന്താ പറയുക കൊടുത്തതാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈവൻ ദോ ഭാരതി ആൻഡ് ഹർ ഫാദർ ഹാവ് ദ മെയിൻ റോൾ ഇൻ ദ ഡെസിഷൻ ടു സാക്രിഫൈസ് താരാസ് ലെഗ് ഇൻ ഫേവർ ഓഫ് ചന്ദൻ, പട്ടേൽ അഗ്രീസ് ടു ഇറ്റ് ആൻഡ് ഈക്വലി ഗിൽറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ബ്ലാക്ക് മെയിലിംഗ് ഭീഷണിയോടുകൂടി ഇത് പറയുന്നത്. മെയിനായിട്ട് ചെയ്തത് ഭാരതിയും ഫാദറും തന്നെയാണ്. പക്ഷേ പട്ടേൽ അത് എന്താ പറയുക, സൈലൻ്റ്ലി അത് അഗ്രി ചെയ്തുകൊണ്ട് ആളും കൂടെ ഈക്വലി ഗിൽറ്റിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് വിൽ ഡിസ്ട്രോയ് ഹിസ് മോറൽ അതോറിറ്റി ആസ് എ ഫാദർ.
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് എന്നല്ല, ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ടു ഹോൾഡ് ബാക്ക് പട്ടേൽ ഫ്രം അസേർട്ടിങ് കൺട്രോൾ ഓവർ ഹർ. ഭാരതിയുടെ അച്ഛനാണ് കാര്യങ്ങൾ നടത്തുന്നത്, അച്ഛൻ മരിച്ചു, അപ്പോൾ ഭാരതിക്കാണ് ഇനി കൺട്രോൾ. അപ്പോൾ പട്ടേൽ അവിടെ ഒരു വോയിസ് എടുക്കണ്ടെന്നോ അതിന് കുറച്ചും കൂടെ അതോറിറ്റേറ്റീവ് ആവണ്ടെന്ന് വിചാരിച്ച് ആളുടെ കൺട്രോൾ അസേർട്ട് ചെയ്യാനായിട്ട് ഭാരതി എന്ത് ചെയ്യുന്നതാണ്, ഒന്ന് അവനെ ഹോൾഡ് ബാക്ക് ചെയ്യാനായി പറയുന്ന ഒരു എന്താ പറയുക ത്രെറ്റനിങ് ആണ് ഇത്, പറയും എന്നുള്ള കാര്യം. പിന്നെ അവിടെ ഒരു പോപ്പുലർ ബിലീഫിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് വെൻ പട്ടേൽസ് ഡോണ്ട് വാണ്ട് ഡോട്ടേഴ്സ് ദേ വുഡ് ഡ്രൗൺ ദ ബേബീസ് ഇൻ മിൽക്ക്. സോ ഭാരതി ഈസ് ട്രൈങ് ടു പ്രിവെൻറ്റ് രൂപ ഇൻ ടെല്ലിങ് ദിസ് ടു താര. സപ്പോസ് ഇഫ് രൂപ ടെൽസ് ഹർ വാട്ട് വിൽ ഹാപ്പൻ, അതായത് എന്ത് ചെയ്യും, നമ്മളുടെ താര റിയലൈസ് ചെയ്ത് തുടങ്ങും ദ ഇമോഷണൽ ഡിസ്റ്റൻസ് ഓഫ് ഹർ ഫാദർ. എന്താണ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഉള്ളതെന്നുള്ള കാര്യം, ഫാദറിന് അവളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യം, ഇത് കോയിൻസിഡൻസ് അല്ല, ഇത് ഒറിജിനലി റിജക്ഷൻ ആണെന്നുള്ള കാര്യം താര മനസ്സിലാക്കും. ദാറ്റ് ഈസ് വൈ ഭാരതി ഈസ് ട്രൈങ് ടു പ്രിവെൻറ്റ് രൂപ ഇൻ ടെല്ലിങ് ദിസ് ടു താര. അക്കോർഡിംഗ് ടു ഭാരതി, ignorance is kinder than truth and she is thinking that love can make up for a lot. അങ്ങനെയുള്ളൊരു സംഭവമാണ് എന്ത് ഭാരതിക്കുള്ളത്. ഇഗ്നോറൻസ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ അത് ട്രൂത്ത് അറിഞ്ഞാലുള്ള ഹാർട്ട് ബ്രേക്കിനേക്കാളും നല്ലതാണ് ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളത്. അപ്പോൾ ഫാദർ ഇഗ്നോർ ചെയ്യുന്നത് ഭാരതിക്ക് ഓക്കെയാണ്, ട്രൂത്ത് അറിയാതിരുന്നാൽ മതി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി ഇഷ്യൂ ഇവിടെയും വരുന്നുണ്ട്. ചന്ദൻ ഭാരതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സ്റ്റിച്ച് വിട്ടു, സ്വെറ്റർ തയ്ച്ചപ്പോൾ സ്വെറ്റർ ആർക്ക് വേണ്ടിയാണ്, താരയ്ക്ക് വേണ്ടിയാണ്. കാരണം ഭാരതി ഓൾറെഡി മദർഹുഡ് ഭയങ്കര ഗിൽട്ട് ഡ്രിവൺ ആണ്. സോ ആള് മാക്സിമം കെയർ ചെയ്യാണ് താരയെ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു വഴക്ക് വരുന്നുണ്ട്, എന്തിനാണ് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, ചന്ദൻ്റെ കുറേ പ്ലാൻസ് ഉണ്ടെന്നുള്ളതും, അതുപോലെ എന്തിനാണ് താര ഇത്ര അധികം കെയർ ചെയ്യുന്നതെന്നുള്ള ഒരു ചെറിയ വാക്കെല്ലാം വന്ന് അവിടെ ചെറിയൊരു ഫാമിലി പ്രോബ്ലം വീണ്ടും വരുന്നുണ്ട്. ആക്ട് 1 എൻഡ് ചെയ്യുമ്പോൾ താര ഈസ് ഗോയിങ് ടു എ ഡെഡ് ഫെയിൻറ്റ്, അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്. ആക്ട് 2 എന്ത് ചെയ്യുന്നു, സർജറി ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഭാരതി ഡൊണേറ്റ്സ് ഹർ കിഡ്നി, താര സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാരതിക്ക് എന്ത് ചെയ്യുന്നു, ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു. അത് ആളുടെ പണ്ടത്തെ ഗിൽട്ടും റിപ്രഷനും കാരണമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താര ഭയങ്കര അൺഹാപ്പിയാണ്, കാരണം അമ്മ ഭയങ്കര കെയർ ചെയ്യുന്നതുകൊണ്ട് അമ്മയെ ഭയങ്കര സ്നേഹമാണ്. ആൻഡ് റെഫ്യൂസസ് ടു ഗോ ടു കോളേജ് ഓർ ഫിസിയോതെറാപ്പി. താരയ്ക്ക് എന്തിനും പോകണ്ട. പക്ഷേ പട്ടേൽ മെയ്ഡ് ഹർ എഗ്രി ഫോർ ദ സേക്ക് ഓഫ് ചന്ദൻ. അവളുടെ ബ്രദർ പോകുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് പട്ടേൽ എങ്ങനെയെങ്കിലും അവളെ എഗ്രി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിൽ തന്നെ പട്ടേൽ ഫാദർ ഇൻ ലോനെ റിസെൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈവൻ ടോക്സ് അബൌട്ട് ബേണിംഗ് ഡൗൺ ദ ബാംഗ്ലൂർ ഹൗസ്. അൺഈക്വൽ ഇൻഹെറിറ്റൻസ് ആണ്, അതായത് ഗ്രാൻഡ് ഫാദർ ലീവ്സ് ദ ഹൗസ് ടു ബോത്ത് താര ആൻഡ് ചന്ദൻ ബട്ട് മണി ഓൺലി ടു ചന്ദൻ. ഇത് കേട്ടപ്പോഴാണ് ഇങ്ങേർക്ക് കുറച്ചും കൂടെ ദേഷ്യം വരുന്നത്. അതായത് ഓൾറെഡി ആളും ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ആസ് എ ഫാദർ മക്കളുടെ ലൈഫിലുള്ള ചില ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസിൽ വേറെ ആൾക്കാർ കൈകടത്തുമ്പോൾ ഒരു ദേഷ്യം. ഇങ്ങേരും മെയിലിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് മെയിലിൻ്റെ പ്രിഫറൻസിനെ സപ്പോർട്ട് ചെയ്തതാണെങ്കിലും ആ ഒരു ഗിൽട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഈ ആങ്കർ എല്ലാം ഫാദർ ഇൻ ലോയുടെ മേത്ത് പ്രൊജക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഹി സജസ്റ്റ് ദാറ്റ് ബേണിംഗ് ദ ഹൗസ് ഇൻ ബാംഗ്ലൂർ. വേണ്ട, മക്കൾക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ. ഇതൊരു പ്രോപ്പർട്ടി ബേൺ ചെയ്യുന്ന കാര്യമല്ല, പക്ഷേ ഇത് പവർ, ഗിൽറ്റ്, ഈഗോ ഇതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബട്ട് അബൌട്ട് പവർ, ഗിൽറ്റ്, ഈഗോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ബേണിങ് എ പ്രോപ്പർട്ടി. പിന്നെ ഇതിൽ വരുന്നത് ഒരു റൊമാൻറ്റിക് ഓക്വേർഡ് മൊമെൻ്റ് ഉണ്ട് ചന്ദന രൂപയും തമ്മിൽ. അവർ സോഫീസ് ചോയ്സ് എന്ന് പറഞ്ഞൊരു ഫിലിമിനെ കുറിച്ച് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ ഇമോഷണൽ ഡെപ്ത് ഉള്ളതൊന്നുമല്ല, ജസ്റ്റ് ഒരു അഡോളസൻറ്റ് ക്യൂരിയോസിറ്റി കാണിക്കുന്ന ഒരു ചെറിയ ഓക്വേർഡ് മൊമെൻ്റ് ആണ്. പക്ഷെ അത് താരയുടെ സിറ്റുവേഷനായിട്ട് ഭയങ്കര കോൺട്രാസ്റ്റാണ്. താര പെട്ടെന്ന് കയറി വരുന്നു, എൻസ് അപ്പ് ത്രോയിങ് രൂപ കോളിങ് ഹെർ അഗ്ലി ആൻഡ് ഡീഫോംഡ്. അതായത് സോഫീസ് ചോയ്സ് എന്ന് പറഞ്ഞ അതൊരു ഫിലിമാണ്. അത് പറഞ്ഞാൽ അമ്മ എന്ത് ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യണം, അത് മോനെയാണോ മോളെയാണോ എന്നുള്ള ഒരു ചോയ്സ് അവിടെ എടുക്കണം. അപ്പോൾ ആ ഒരു ഫിലിമിനെ കുറിച്ച് ടോക്ക് ചെയ്ത് താര കേട്ട് വരുമ്പോൾ ആണ് ഈ ഓക്വേർഡ് മൊമെൻറ്റ്. ആ മൊമെൻറ്റിനേക്കാളും താരയെ ചൊടിപ്പിച്ചത് ആ ഫിലിം ഡിസ്കഷനാണ്. ഓൾറെഡി താരയ്ക്ക് നെഗ്ലക്റ്റഡ് ഫീൽ ഉണ്ട്, ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ സർജറി കഴിഞ്ഞിട്ടുള്ള ആ ബോഡിയിൽ പെയിനും ഉണ്ട്. പക്ഷെ ഇതിങ്ങനെ ആ ഒരു സാക്രിഫൈസിങ് ഡോട്ടർ അങ്ങനെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ താര അത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ വിളിക്കുന്ന അഗ്ലി ആൻഡ് ഡീഫോംഡ് എന്നാണ്. അതായത് താരയെക്കുറിച്ച് താരയ്ക്കുള്ള ചില ഇന്നർ ഫീലിങ്സ് പുറത്ത് വരുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അഗ്ലി, ഡീഫോംഡ്, അത് സംടൈംസ് കേട്ട് മറന്നതോ ആളുടെ വളരെ ഇന്നർ ഫീലിങ്സിലുള്ള ചില കാര്യങ്ങളായിരിക്കാം. അതാണ് പറയുമ്പോൾ പുറത്ത് വരുന്നത്. അതായത് വാട്ട് വി തിങ്ക് ഈസ് വാട്ട് വി ആർ. അതായത് നമ്മുടെ
എന്താണോ അദ്ദേഹത്തിൽ വരുന്നത് അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ആ ഒരു പോയിന്റിലേക്കാണ് ഇത് എത്തുന്നത്. അതായത് പീപ്പിൾ ഓഫൻ റിയാക്ട് ഇൻറ്റൻസ്ലി ടു സംതിങ്. ഇപ്പോൾ താരയ്ക്ക് ഓൾറെഡി എന്താ പറയുക, ഓൾറെഡി അറിഞ്ഞുകൂടാ, അതായത് ഈ ട്രൂത്ത് അറിഞ്ഞുകൂടാ, ഇങ്ങനെ ഒരു ഇൻജസ്റ്റിസ് ആൾക്ക് നടന്നിട്ടുണ്ടെന്ന കാര്യം അറിഞ്ഞുകൂടാ. അമ്മ കിഡ്നി എന്താ പറയുക സർജറിക്ക് എഗ്രി ചെയ്തു, അമ്മയ്ക്ക് വയ്യ, അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാലോ, അതായത് പീപ്പിൾ ഓഫൻ റിയാക്ട് ഇൻറ്റൻസ്ലി ടു സംതിങ് ബിഫോർ ദേ അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഹേർട്സ്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. താരയ്ക്ക് ബോധ മനസ്സിൽ അറിയില്ലെങ്കിലും ഉപബോധ മനസ്സിൽ ആൾക്ക് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതെല്ലാം ഇൻജസ്റ്റിസസ് എല്ലാം അറിയുന്നുണ്ടായിരിക്കാം. അതാണ് ഇതൊക്കെ പെട്ടെന്ന് ഹേർട്ട് ആവുന്നതും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം. പിന്നെ താര എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പം എന്താ പറയുക, അവളുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല, ഡിനൈങ് ആക്സസ് ടു ഹെർ മദർ. സോ ചന്ദൻ ആൻഡ് താര ഡിഫൈ ദ ഫാദർ ആൻഡ് വെൻ ടു സീ മദർ. അവിടെ വെച്ചിട്ടാണ് ഫാദർ എന്ത് ചെയ്യുന്നത്, അവരോട് ട്രൂത്ത് പറയുന്നത്. Patil revealing the truth that they were twins with 3 legs and the third leg was fed by Tara's blood system, but because of Bharti and her father's decision, he has to agree to it, and they bribe the doctor with land in Bangalore. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നത്, താര ഭയങ്കര ബാഡ് ആയിട്ടുള്ളൊരു ഫീലിങ്ങിലൂടെ കടന്നു പോവാണ്. പക്ഷെ പ്ലേ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് സ്പിരിറ്റ്സ് ഓഫ് താര ആൻഡ് ഡാൻ ഹഗ്ഗിങ് ഈച്ച് അതർ. അങ്ങനെയാണ് ഈ പ്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡിഫോമിറ്റീസ് ഇല്ല, 2 കൈകളുണ്ട്, 2 കാലുകളുണ്ട്. അങ്ങനെ വളരെ നോർമലായി ഹഗ് ചെയ്യുന്നതോടു കൂടിയാണ് അവിടെ പ്ലേ എൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് ആക്ട് 1ഉം ആക്ട് 2ഉം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അതായത് ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ഇനി തീംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ജെൻഡർ ഹൈറാർക്കി അല്ലെങ്കിൽ പേട്രിയാർക്കി എന്നൊക്കെ പറയുന്നതാണ്. അതാണ് മേജർ കൺസേൺ. പട്ടേൽ, ഭാരതിയുടെ ഫാദർ ഓൾ സബ്സ്ക്രൈബ് ടു പേട്രിയാർക്കൽ ഐഡിയോളജി ഇൻ ഡിഫറെൻറ്റ് വേസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പട്ടേൽസ് പ്ലാൻ ഫോർ ചന്ദൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ, ഭാരതി ആൻഡ് ഹർ ഫാദേഴ്സ് ഡിസിഷൻ ടു ഗിവ് ദ ലെഗ് ടു ചന്ദൻ, ആൻഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡിസിഷൻ ടു ഗിവ് മണി ഓൺലി ടു ഫോർ ചന്ദൻ. അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ചന്ദൻ അറ്റ് ദി എൻഡിൽ ദത്താനി മെയ്ഡ് ഹിം സേ ദാറ്റ് forgive me താര, forgive me for making it my tragedy. സോ ഇറ്റ് എന്താ പറയുക, കുറച്ചും കൂടി അസേർട്ട് ചെയ്യാണ് അവിടുത്തെ ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയെ കുറച്ചും കൂടി അസേർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ സെൻറ്റൻസ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഗിൽറ്റ് ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി. ഭാരതീസ് എക്സസീവ് love concern stems from her knowledge of wrongdoing, her mental breakdown and marital conflict. അതൊക്കെ ഇതിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ എക്സ്പോഷർ ഓഫ് ദ ഫാക്ട് ദാറ്റ് പീപ്പിൾ ഹൈഡ് ദെയർ പാസ്റ്റ് ആക്ഷൻസ് ഇൻ റിലേഷൻഷിപ്സ് ആൻഡ് ദ തിങ്ക് ദാറ്റ് ലവ് ക്യാൻ മേക്കപ്പ് ഫോർ എ ലോട്ട്. അങ്ങനെയുള്ളൊരു ആ ഒരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇൻജസ്റ്റിസ് ടു വിമൻ ആൻഡ് മെൻ, താരയോട് കാണിച്ച ഇൻജസ്റ്റിസ്. മെന്നിനോട് എങ്ങനെയാണ്, ചന്ദനം സഫർ ചെയ്യുന്നുണ്ട്, ലൈഫ് ലോങ് ഗിൽറ്റ് ഓഫ് ബെനിഫിറ്റിംഗ് ഫ്രം ഇൻജസ്റ്റിസ്. അതുപോലെ ലൈഫ് ഇസ് ബേർഡൻ ബൈ ദ ഡെസിഷൻ മെയ്ഡ് ബൈ അതേഴ്സ്. സോ ചന്ദനും അവിടെ ഈക്വലി എന്താ പറയുകയാണ്, ഇൻജസ്റ്റിസിനിരയായ ആൾ തന്നെയാണ്. അടുത്തതൊരു ഫസാഡ് ഓഫ് മിഡിൽ ക്ലാസ് മൊറാലിറ്റി. പട്ടേൽ ഫാമിലി പ്രൊജക്റ്റ് ചെയ്യുന്ന റെസ്പെക്റ്റബിലിറ്റി ആൻഡ് വാല്യൂസ് ആണ്. പക്ഷെ ബിനീതിൽ നമുക്ക് എന്ത് കാണാം, ജെൻഡർ വയലൻസ്, സൈലൻസ്, റിസെൻറ്റ്മെൻറ്റ്, അൺഈക്വൽ പവർ സ്ട്രക്ചേഴ്സ്. ഭാരതിയുടെ ഫാദറും ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളത്. അതുപോലെ ഹിഡൻ ഇൻജസ്റ്റിസ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു മിഡിൽ ക്ലാസ് മൊറാലിറ്റിയുടെ ആ ഫസാഡിൻ്റെ ആ ഒരു ഫസാഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ജെൻഡർ വയലൻസ്, സൈലൻസ്, റിസെൻറ്റ്മെൻറ്റ് ഒക്കെ തന്നെയാണ്. പ്രൊജക്റ്റ് ചെയ്യുന്നത് ഭയങ്കര റെസ്പെക്റ്റബിലിറ്റി ഉള്ള നല്ല വാല്യൂ ഉള്ള ഫാമിലിയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതുപോലെ സയൻസ്, സൊസൈറ്റി ആൻഡ് എത്തിക്കൽ കറപ്ഷൻ എന്ന് പറഞ്ഞ ഒരു തീമിൽ വരുന്നത്, സയൻസ് എന്ത് ചെയ്യുന്നു, സോഷ്യൽ ഐഡിയോളജിക്ക് ഒരു സബോർഡിനേറ്റഡ് ആണ് സയൻസ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് ഒരിക്കലും മെഡിക്കൽ എത്തിക്സിലല്ല ആക്ട് ചെയ്യുന്നത്, ബട്ട് പേഴ്സണൽ അംബിഷൻ, സോഷ്യൽ പ്രഷർ, മെറ്റീരിയൽ ഇൻസെൻറ്റീവ്സ്. മെഡിക്കൽ ട്രാജഡി ഈസ് സോഷ്യലി എഞ്ചിനീയർഡ്, നോട്ട് ആക്സിഡൻറ്റൽ എന്ന് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് ഈ ലെഗിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ മെഡിക്കൽ കൺസേൺസിൻ്റെ ഭാഗമായിട്ടല്ല ചന്ദന് കൊടുത്തത്. ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ എന്താ പറയുക, മെറ്റീരിയലിസ്റ്റിക് ഇൻസെൻറ്റീവ്സ് തന്നെ പറയാം. അതുപോലെ ഡിസബിലിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ പറയുകയാണെങ്കിൽ സൊസൈറ്റി ചന്ദനെയും താരേനെയും ലേബൽ ചെയ്യുന്നത് ഫ്രീക്സ് ആയിട്ടാണ്. അത് രൂപ അത് പറയുന്നുണ്ട്, വി ഡോണ്ട് വോണ്ട് ഫ്രീക്സ് ഹിയർ എന്ന് പറയുന്നുണ്ട്. അതായത് ഫ്രീക്ക് എന്ന് പറഞ്ഞാൽ എനിവൺ ദ ഡസ് നോട്ട് ഫിറ്റ് സോഷ്യൽ നോംസ് എന്നുള്ള അർത്ഥത്തിൽ. ഡിസബിലിറ്റി എന്താണ്, കുറച്ചും കൂടെ അവരെ അൺവാണ്ടഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ള ഒരു കാരണമായിട്ട് മാറുക. ഡിസബിലിറ്റി ബിക്കംസ് അനദർ വേ സൊസൈറ്റി ക്രിയേറ്റ്സ് ദി അൺവാണ്ടഡ്. താര ആൻഡ് ചന്ദൻ സ്ട്രഗിൾ ഫോർ ആക്സെപ്റ്റൻസ്, നോർമാലിറ്റി
നോർമൽസി ആൻഡ് ഡിഗ്നിറ്റി, ഇതിനൊക്കെ വേണ്ടി ഇവർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ സോഷ്യൽ എക്സ്ക്ലൂഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ നോർമാലിറ്റി ആസ് എ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് രൂപ ഈസ് റെപ്രസെൻറ്റിങ് ആ നോർമൽ സൊസൈറ്റി. സോ ഹർ ബിഹേവിയർ എക്സ്പോസസ് ഹൗ നോർമാലിറ്റി ഈസ് ജഡ്ജ്മെൻറ്റൽ, മോറലി കറപ്റ്റ്, വോയറിസ്റ്റിക്. സോ താര ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഈസ് അഗ്ലി ആൻഡ് ഷി ഹാസ് എ പോയിന്റ്. നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, നോർമാലിറ്റി ഒരു ട്രാപ്പ് എന്നുള്ള രീതിയിൽ. അതുപോലെ ഒരു അവസാനത്തെ ഒരു ഫൈനൽ റെവലേഷൻ ഉണ്ട്, അതായത് കബേർഡിലെ സ്കെൽറ്റനെ വെച്ചിട്ട്, ആക്ച്വലി അത് നമ്മുടെ തേർഡ് ലെഗാണ്. അതായത് രണ്ടുപേർക്കും ഫിറ്റ് ആവാതിരുന്ന തേർഡ് ലെഗ് ചന്ദന് കൊടുത്തു, എന്നാൽ അത് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ശരിയാവാതെ പിന്നെ അത് നശിച്ചു പോകണുണ്ടായത്. അതിൻ്റെ ഒരു സ്കെൽറ്റൻ കബോർഡിലുള്ളത്. അപ്പോൾ അൺമാസ്കിങ് സീക്രറ്റ്സ് എന്ന് പറഞ്ഞൊരു തീം, അതായത് ഫാമിലിയുടെ മോറൽ ഫെയിലിയറും ഈ സൊസൈറ്റൽ വാല്യൂസൊക്കെ ഇത് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ എക്സ്പോസസ് ദി അൺമാസ്കിങ് സീക്രറ്റ്സ്, എക്സ്പോസിങ് സോഷ്യൽ ഹിപ്പോക്രസി. അതൊക്കെയാണ് ഈ റെവലേഷനിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് തീംസ്. പേട്രിയാർക്കി, ഗിൽറ്റ് ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി, ഇൻജസ്റ്റിസ് ടു വിമൻ ആൻഡ് മെൻ, ഫസാഡ് ഓഫ് മിഡിൽ ക്ലാസ് മൊറാലിറ്റി, സയൻസ്, സൊസൈറ്റി ആൻഡ് എത്തിക്കൽ കറപ്ഷൻ, ഡിസേബിലിറ്റി ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, നോർമാലിറ്റി ആസ് എ ട്രാപ്പ്, revelation.